ഹല്ലേലൂയ. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കിത്തരുന്ന അവസരങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 68-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. എന്തുമാത്രം പ്രത്യാശ പകർന്നു നൽകുന്ന വചനമാണിത്. നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. പരിപൂർണമായും ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുടുംബമായി നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. സ്വർഗം നമ്മുടെ മധ്യേ മഹത്വത്തോടെ ഇറങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ഒന്ന് ചേർന്ന് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. നമുക്ക് സന്തോഷത്തോടെ പാടി മഹത്വപ്പെടുത്താം. അല്പം കൂടി ശക്തിയോടെ കരമടിച്ച് എല്ലാവരും എല്ലാം മറന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടുകേ, ബോധ്യത്തോടെ ചേർന്ന് പാടാം. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. അവിശ്വാസത്തോടെ പാടിയേ ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കാം. സാത്താൻ അടിസ്ഥാനങ്ങളെ തകരട്ടെ, പാപക്കെട്ടുകള് പിടിതുമാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. ചേർന്ന് പാടിയേ, മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്ത രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. യേശുവിലുള്ളൊരു വിശ്വാസത്തെ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. അബോധ്യത്തോടെ കാര്യം ഉയർത്തിയടിച്ച്, ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമം. ആ സന്തോഷം അനുഭവിച്ചു പാടിയേ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. കരങ്ങളിൽ വർഷങ്ങളിലേക്ക് അടിച്ച് അഭിഷേകം നിറവേ എല്ലാം മറന്ന് പാടി ആരാധിക്കുക. യേശുവേ, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഓരോ വചനങ്ങളെ സ്ഥിരീകരിക്കണമേ. യേശുനാമമല്ലാതെ, മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ചേർന്ന് പാടാം. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. പറഞ്ഞു പാടിയ പരസ്പരം ആ ബോധ്യത്തോടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ പരസ്പരം പുഞ്ചിരിച്ച് ചേർന്ന് പാടിക്കേ. നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി ദൈവമക്കളെ സ്വരമുയർത്തി യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഓരോ കുടുംബങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ വേദനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഹൃദയം തുറക്കി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, കരം നീട്ടണമേ, സകല ബന്ധന കെട്ടുകളെയും പൊട്ടിക്കണമേ, പാപാസക്തികൾ നിർവീര്യമാക്കണമേ. തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ വിളിക്കും മക്കളെ, സ്വരമുയർത്തി വിളിക്കേ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതത്തിന് ദൈവമേ, അത്ഭുതത്തിന് രാജാവേ, പ്രവർത്തിക്കണമേ. ലോക ജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാറാ രോഗ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. ശാപബന്ധനത്തിന്റെ ആധിപത്യങ്ങൾ നിർവീര്യമാകട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ അനേകം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളെ ഈ സ്തുതി ആരാധന കർത്താവ് സ്പർശിച്ച് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുമക്കളെ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്, യേശു നാമത്തെ വിളിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തി കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. വരിക പരിശുദ്ധാത്മാവേ, യേശു നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അഭിഷേകം ചെയ്യുക. ഭൂഖണ്ഡങ്ങളെ, ജനപദങ്ങളെ, കുടുംബങ്ങളെ, ദേശങ്ങളെ, രാജ്യങ്ങളെ അഭിഷേകം ചെയ്യുക. അനോയ്, അനോയ്, അനോയ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ദാനമായി നൽകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തെ, യേശു ക്രിസ്തുവിന്റെ വചനത്തെ, യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയെ പരിപൂർണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അഭിഷേകം പകരണമേ, കൃപ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, അമ്മയുടെ മേൽഹൃദയത്തോട് ചേർത്ത് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ ത്രിത്വത്തിന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് രക്ഷ ക്രിസ്തുവിൽ മാത്രമാണ്. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന വിശ്വാസ സത്യത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്മസിനോട് ഏറ്റവും നമ്മൾ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ഇപ്രകാരം ഒരു വിഷയം ധ്യാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ അനുഗ്രഹപ്രദമാണ്. തിരുസഭ എല്ലാ കാലഘട്ടങ്ങളിലും നേരിട്ട ഒരു വലിയ പ്രശ്നമാണ് യേശു ക്രിസ്തു ഏക രക്ഷകൻ എന്നുള്ള വിശ്വാസ സത്യം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലൻ അന്നത്തെ ഭരണാധികാരികളെയും ജനപ്രമാണികളെയും നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിന്റെ നാമമല്ലാതെ. എത്ര കൃത്യമായാണ് പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഈ വലിയ വിശ്വാസ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ജനപദങ്ങളുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി, നിത്യരക്ഷയ്ക്കു വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ പ്രിയ സഹോദര സഹോദരി മറ്റൊരു നാമവും എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല. ലൂക്കാസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9-10 തിരുവചനങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ബെത്ലഹേമിലെ വയലുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന പാവപ്പെട്ട ഇടയന്മാരെ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, മാനവകുലം മുഴുവന്റെയും ലോക ജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെയും സഭയുടെയും ഏകത്വവും രക്ഷാകര സാർവത്രികതയും എന്ന വിഷയത്തെക്കുറിച്ച് വിശ്വാസ സത്യ തിരുസംഘം പുറപ്പെടുവിച്ച ഒരു രേഖയുണ്ട്. മലയാള വിവർത്തനത്തിൽ കർത്താവായ യേശു എന്നാണ് അതിന്റെ പേര്. ആ രേഖയിൽ വളരെ വ്യക്തമായി സഭ പ്രഖ്യാപിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. ക്രിസ്തുവിലൂടെ ലഭ്യമായ സൗജന്യ രക്ഷ അത് സാർവത്രികമാണ്.
വെളിപാട് പുസ്തകത്തിലോട്ട് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. 5-ാം അധ്യായം അവിടെ 9-ാമത്തെ തിരുവചനം. ഈ തിരുവചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ആ ദർശനം കാണുകയാണ്. അവരെല്ലാം ഒരു നബിഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇപ്രകാരം അവർ വിളിച്ചു പറയാണ്, പുസ്തകച്ചുരുൾ നിവർത്തുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും കർത്താവേ, യേശുവേ, നീ യോഗ്യനാണ്. കാരണം യേശു തന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലും സകല ജനതകളിലും ലോകത്തിലുള്ള സകലരെയും ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തു മാത്രമാണ് തന്റെ രക്തത്താൽ ഈ ലോകം മുഴുവനെയും ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയത്. നിങ്ങൾ എത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ സ്വരമുയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ പ്രത്യേകമായി ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ചില വ്യക്തികളോട് പലപ്പോഴും ദൈവവചന ശുശ്രൂഷയിലേക്കും ആത്മീയ ശുശ്രൂഷ മേഖലകളിലേക്കെല്ലാം അവരെ പ്രത്യേകമായി ക്ഷണിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സഹോദര, ധ്യാനം കൂടുവാനായിട്ട്, വചനം കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാനായിട്ട് ഞങ്ങൾ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഞങ്ങൾ പുകവലിക്കുന്നില്ല, സമൂഹത്തിനും കുടുംബത്തിനും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുദാശകൾ സ്വീകരിക്കുന്നുണ്ട്, വ്യക്തിപരമായി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, സാധിക്കുന്ന വിധത്തിലെല്ലാം നന്മകൾ, നല്ല കാര്യങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ധ്യാനത്തിന്റെ ആവശ്യമില്ല. ഈ സൽപ്രവർത്തികളൊക്കെ മതി അങ്ങ് സ്വർഗത്തിൽ എത്താനായിട്ട്. പലപ്പോഴും അവരെന്നോട് പറയാറുണ്ട്, സഹോദര, സമൂഹത്തിനും കുടുംബത്തിനും കണ്ണീരായി തലവേദനയെ നടക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. കള്ളു കുടിച്ച്, പുകവലിച്ച്, അശുദ്ധ ജീവിതത്തിലെ മോഷണ കേസുകളിലെല്ലാം പിടിക്കപ്പെട്ട സാമൂഹ്യ ദ്രോഹികളായ, അല്ലെങ്കിൽ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപാട് വേദനയായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരോട് ചെന്ന് വചനം പറ, അവരെ ധ്യാനത്തിന് വിളിക്കുക, ഇതുപോലെ ആത്മീയ ശുശ്രൂഷകളൊക്കെ എല്ലാം അവരെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളോട് ഇത് പറയണ്ട, കാരണം ഞങ്ങൾ നല്ലവരാണ്, അത്യാവശ്യം നന്മ പ്രവർത്തികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ധാരണ ഇത് അനേകരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം വളരെ കൃത്യമായി നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കൊർനെലിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. ആരായിരുന്നു കൊർനെലിയൂസ്? അവൻ ഇത്താലിക്ക എന്ന് പറയുന്ന ഒരു സൈന്യ വിഭാഗത്തിലെ പട്ടാള മേധാവിയായിരുന്നു, ഒരു ക്യാപ്റ്റൻ ആയിരുന്നു, നിസ്സാരക്കാരനല്ല. ഈ കൊർനെലിയൂസിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. 10-ാം അധ്യായം 2-ാം വചനത്തിൽ കൊർനെലിയൂസ് ആരാണെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. ഈ തിരുവചനത്തിൽ 4 കാര്യങ്ങളാണ്, സൽഗുണങ്ങളാണ് കൊർനെലിയൂസിനെ കുറിച്ച് വചനം പഠിപ്പിക്കണേ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം വാക്യം 22 വരുമ്പോൾ വീണ്ടും 3 കാര്യങ്ങൾ കൂടി നമുക്ക് കാണാൻ പറ്റും. കൊർനെലിയൂസ് അവൻ നീതിമാനായിരുന്നു. വീണ്ടും വചനം പറയാണ്, ദൈവഭയമുള്ളവനും യഹൂദ ജനത്തിന് മുഴുവൻ സുസമ്മതനുമായ വ്യക്തിയായിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു കുറ്റം പോലും പറയാൻ, ഒരു പരാതി പറയാൻ കൊർനെലിയൂസിന്റെ മേൽ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല, വീട്ടുകാർക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം നീതിയിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിച്ച ഒരു ദൈവ പൈതലായിരുന്നു കൊർനെലിയൂസ്. എന്നാൽ ദൈവമക്കളെ ശ്രദ്ധിക്കണം, ഈ കൊർനെലിയൂസിനോട് കർത്താവിന്റെ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കിയേ, ദൈവനിഷേധികളായ, ദൈവത്തിൽ വിശ്വസിക്കാത്ത, എത്തിസ്റ്റ് ചിന്താഗതിയിൽ നിരീശ്വരവാദികളായ വ്യക്തികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അവരെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നല്ല ജീവികാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവർ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഒരുപാട് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ ദൈവനിഷേധികളാ. ഞാൻ ചോദിക്കട്ടെ, ഇവർ ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ നല്ല കാര്യങ്ങൾ, നന്മ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് പൂർണ്ണമായും അവർ നിത്യരക്ഷയിലാണ് നമുക്ക് പറയാൻ പറ്റൂ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയല്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും, ഇതാ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ വർഷം വിശ്വാസ വർഷമായി ആഗോള സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുക. മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിശ്വാസ വർഷത്തിൽ ദൈവജനത്തിനു വേണ്ടി താൻ തയ്യാറാക്കിയ ഒരു അപ്പോസ്തലിക ലേഖനമുണ്ട്. മലയാളത്തിൽ വിശ്വാസത്തിന്റെ കവാടം എന്നാണ് അതിന്റെ പേര്. അതിൽ മാർപ്പാപ്പ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിശ്ചയമായും നമ്മെ രക്ഷയിലേക്ക് എത്തിക്കുന്നത്. ഹല്ലേലൂയ! ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് സഹോദര സഹോദരി എന്നെയും നിങ്ങളെയും നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. എത്രയും വ്യക്തികള് സെക്യുലറിസത്തിന്റെ ആൾക്കാര്. എന്താ ഈ സെക്യുലറിസം? ദൈവത്തെ എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ ഒരു ദൈവ. നന്മയേത തിന്മയേത തീരുമാനിക്കുന്ന ദൈവമല്ല, അത് ഞാനാണ് എന്ന് പറഞ്ഞ് സെക്യുലറിസത്തിലെ പിടിയിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം ജീവിതങ്ങള് അവരും ചാരിറ്റി ചെയ്യുന്നുണ്ട്, അവർ ഒത്തിരി നന്മകൾ ചെയ്യുന്നുണ്ട്, പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവിന്റെ വചനം വളരെ ശക്തമായി പഠിപ്പിക്കുകയാ, ഇവരിതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിത്യജീവന്റെ അനുഭവത്തിലല്ല. കാരണം യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 തിരുവചനം, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിലേക്ക് വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ! എത്ര കൃത്യമാണ് ദൈവമക്കളെ ഈ വചനം. വീണ്ടും ഹെബ്രായ പുസ്തകം 5 അധ്യായം 9 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം യേശു ക്രിസ്തു നിത്യരക്ഷയുടെ ഉറവിടമായി. ദൈവമക്കളെ, നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം ക്രിസ്തുവാണ്. നിത്യജീവന്റെ സോഴ്സ് യേശുവാണ്. യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി നമ്മൾ എന്തുമാത്രം ചാരിറ്റി ചെയ്താലും, പരോപകാരങ്ങൾ ചെയ്താലും, സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്താലും നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം ശക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 5 അധ്യായം 12 തിരുവാക്യം എന്താ വചനം പറയുന്നത്? ക്രിസ്തുവിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. കൊർന്നേലിയൂസിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോഴും നമുക്കിതാ കാണാൻ പറ്റുന്നത്. എന്തുമാത്രം നീതിമാനായിരുന്നവൻ. പക്ഷെ ദൈവത്തിന് ദൂതൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11 അധ്യായം 14 തിരുവചനം എന്താണ് ദൈവദൂതൻ പറഞ്ഞത്? കൊർന്നേലിയൂസേ, നിനക്കും നിന്റെ ഭവനത്തിനും മുഴുവൻ രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിങ്ങൾ അറിയിക്കുക. ആരാണ് ഈ അവൻ? പത്രോസ്ലീഹയാണ്. നമുക്ക് പിന്നീട് കാണാൻ പറ്റും, വിജാതിയുടെ പെന്തക്കോസ്ത കൊർന്നേലിയൂസിന്റെ വീട്ടിൽ വെച്ച് വെളിപ്പെടുകയാ. സ്വർഗം വിട്ടിറങ്ങിയ പരിശുദ്ധാത്മാവ് അവിജാതിയിലേക്ക് ഇറങ്ങി വന്ന് അവരെല്ലാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയോട് ചേർക്കപ്പെടുന്നതായി തുറന്നുവരുന്ന വചന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്താലും, പരോപകാരങ്ങൾ ചെയ്താലും, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ നിത്യത അപകടത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 11 തിരുവചനം, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, അതിന്മേൽ മറ്റൊരു അടിസ്ഥാനം സ്ഥാപിക്കുവാൻ ഇനി ആർക്കും കഴിയുകയില്ല. പ്രിയ സഹോദര സഹോദരി, എന്റെയും നിങ്ങളുടെയും നിത്യരക്ഷയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. ഇനി മറ്റൊരു അടിസ്ഥാനം ഈ ലോകത്തിൽ ആർക്കും, ഒരു റിലീജിയസ് ലീഡറിനും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തമായി എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുകയാണ്. കൊർന്നേലിയൂസിന്റെ ജീവിതത്തിലോട്ട് നോക്ക്. അവൻ ഈ ദാനധർമ്മങ്ങളും സൽകൃത്യങ്ങളൊക്കെ ചെയ്തു. എന്താണ് കൊർന്നേലിയൂസിനോട് സ്വർഗം സംസാരിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10 അധ്യായം 4 തിരുവചനം ദൈവദൂതൻ പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഓർത്തിരിക്കുന്നു. അപ്പൊ നമ്മുടെ സൽപ്രവൃത്തികളും ദാനധർമ്മങ്ങളും ജീവികാണ പ്രവർത്തനങ്ങളിലെല്ലാം സ്വർഗം സന്തോഷിക്കുന്നുണ്ട്.
എന്നാൽ ആ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണത വരുന്നത് നമ്മൾ ക്രിസ്തുവിനെ പൂർണ്ണമായും സ്വീകരിച്ചു കഴിയുമ്പോഴാണ്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വെള്ള പേപ്പർ തരികയാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു 6 പൂജ്യം അങ്ങിട്. നിങ്ങളെല്ലാവരും തന്നെ 6 പൂജ്യം ഇട്ട് ഓരോ 0 ഇങ്ങനെ ഇടുകയാണ്. തുടർന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതെത്രയാണ് നിങ്ങളത് പറയാം. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? 6 പൂജ്യങ്ങൾ എന്നല്ലാതെ എത്ര വർഷം ഇരുന്ന് നിങ്ങൾ ചിന്തിച്ചാലും നോക്കിയാലും 6 പൂജ്യങ്ങൾ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. ക്രിസ്തുവില്ലാത്ത സൽപ്രവർത്തികൾ ഇതുപോലെയാണ്. ക്രിസ്തുവില്ലാത്ത ചാരിറ്റി ഇതുപോലെയാണ്. ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പരോപകാര പ്രവർത്തികൾ ഇതുപോലെയാണ്. എന്നാൽ ദൈവമക്കളെ, ആ 6 പൂജ്യങ്ങളുടെ ഇടതുഭാഗത്ത് നിങ്ങൾ ഒരു സംഖ്യയുടെ, ഉദാഹരണത്തിന് നിങ്ങൾ ഒരു 1 നിറക്കമിട്, അത് 10 ലക്ഷമായിട്ട് മാറി. അത് 10 ലക്ഷമായിട്ട് മാറി. അപ്പൊ പൂജ്യങ്ങൾക്ക് വിലയുണ്ടോ? വിലയുണ്ട്. എപ്പോഴാണ് വില വരുന്നത്? അതിന്റെ ഇടതുഭാഗത്ത് മറ്റൊരു സംഖ്യ 1, 2, 3 എന്ന് തുടങ്ങുന്ന സംഖ്യ വരുമ്പോൾ അതിന് വിലയാകും. ഇതുപോലെ സൽപ്രവർത്തികളും പരോപകാര പ്രവർത്തികളും ചാരിറ്റിക്കൊക്കെ വിലയുണ്ട്. പക്ഷേ അതതിന്റെ പൂർണ്ണതയിൽ വരുന്നത് ക്രിസ്തു അതിൽ വരുമ്പോഴാണ്. ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ഈ ക്രിസ്മസിനോട് അടുത്തിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇത് പറയുകയാണ്, രക്ഷ ക്രിസ്തുവിൽ മാത്രം ആയതിനാൽ ദൈവമക്കളെ, പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിനെ ഭരമേൽപ്പിക്കാം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഒരു സമർപ്പണത്തോട്ട് വരാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, അഭിഷേചിക്കുവാൻ കർത്താവിതാ നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ, കുടുംബത്തിന് മുൻപിൽ വന്നിരിക്കുകയാണ്. തിരുസഭയ്ക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളായിരിക്കുന്ന സമൂഹത്തിനും ഒരു അനുഗ്രഹമായി നമുക്ക് തീരാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മുൻകൂട്ടി തന്നെ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 പരമപരിശുദ്ധനായ ദൈവമേ, ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വരുവാൻ ഞങ്ങൾ അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയായി, ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും ഈശോയുടെ തിരുമുൻപിലേക്ക് യാചനാപൂർവ്വം തുറന്നു പിടിക്കുക. ഹൃദയ നുറുക്കത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഗ്രഹത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതാ പ്രാർത്ഥനയുടെ ആത്മാവായി വെളിപ്പെടുകയാണ്. ഇതാ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി, അഭിഷേചിക്കുന്ന ശക്തി, അനുഗ്രഹിക്കുന്ന ശക്തി ആരെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ദിവ്യകാരുടെ ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവ് പകരുന്ന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ അനേകം ബന്ധനങ്ങൾ അണിയുന്നു, മുഖങ്ങൾ ഒടിയുന്നു, ഭാരങ്ങൾ മാറുന്നു. വ്യക്തി ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ ആത്മാവിൽ വെളിപ്പെടുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അഭിഷേകത്തെ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വാക്കുകളെ സ്ഥിരീകരിക്കണമേ. ഇത് അനേകം കുടുംബങ്ങളിലേക്ക് അഭിഷേകം വെളിപ്പെടുത്തും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവശക്തിയെ പകരുന്നു. തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, പിതാവേ നന്ദി.